നിനക്കൊരു വിഷമവും ഇല്ലേടി ദുഷ്ടേ എന്നെ കളഞ്ഞിട്ട് പോകുന്നതിൽ? ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിൽ നിന്ന് മുടിയിൽ ചൂടാൻ കൊണ്ടുവച്ച മുല്ലപ്പൂ കയ്യിൽ വെച്ചതിന്റെ മണം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ആമിയുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് റയാൻ ചോദിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയ അവൾ വള കിലുങ്ങും പോലെ ചിരിച്ചു. എന്താടി ഇത്രയ്ക്ക് കിടിക്കാൻ? അല്ല, എങ്ങനെ നടന്ന മനുഷ്യനാ ഇപ്പോഴിങ്ങനെ ഇരുന്ന് കിണുങ്ങുന്നതെന്ന് ഓർത്ത് ചിരിച്ചു പോയതാ. ആമിയുടെ കളിയാക്കൽ കണ്ട് റയാന്റെ മുഖം വീർത്തു വന്നു. ആ, അല്ലേലും എന്റെ തെറ്റാ. നിന്റെ ജാടയ്ക്കും അഹങ്കാരത്തിനും നിന്നെ തിരിഞ്ഞു നോക്കിക്കൂടാത്തതാ. എന്നിട്ടും ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ നിന്നെ കൈവടയിൽ കൊണ്ട് നടക്കുക. അപ്പോ എനിക്കിതൊക്കെ കിട്ടണം. ഓ, നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ രണ്ടും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ചുമ്മാ ബോധം കെട്ട് കിടന്ന എന്നെ ഭീഷണിപ്പെടുത്തി കെട്ടിയതും പോരാഞ്ഞിട്ട് പൊന്നാര അനിയൻ പറഞ്ഞതും കേട്ടോണ്ട് ഈ വീട്ടിലിട്ട് നക്ഷത്രം എണ്ണിച്ച മഹാനല്ലേ നിങ്ങള്? എന്നിട്ട് കഴുത്തിൽ താലി കെട്ടിയവനല്ലേ എന്ന് കരുതി ഞാനൊക്കെ പുറത്തു തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ടു കളഞ്ഞു. എന്നിട്ട് അവസാനം ആ പാവം വികാസേട്ടൻ എനിക്കൊരു ജീവിതം തരാൻ തുടങ്ങിയപ്പോൾ അങ്ങേരുടെ എല്ലാം ഒടിച്ചെന്നെ തട്ടിക്കൊണ്ടു പോകുന്ന പോലെ പിടിച്ചുകൊണ്ടുപോയി വില്ലയിലിട്ട് എന്നിട്ട് വീണ്ടും ഇട്ടേച്ചു പോയി. എന്നിട്ട് അവസാനം നിങ്ങളുടെ പുന്നാര മോളന്റെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ നിങ്ങളെ കാത്തിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി എഴുന്നള്ളി വന്നു. പിന്നെ വയറ്റിൽ കൊച്ചുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പ്ലാൻ മാറ്റി. ഇതല്ലയോ മനുഷ്യ സത്യം? എന്നിട്ട് അങ്ങേരനെ പൊന്നുപോലെ നോക്കി പോലും. ബെഡിലിരിക്കുന്ന റയാന്റെ അരികിലേക്ക് ചേർന്ന് നിന്നവന്റെ കവിളിൽ പിടിച്ചുകൊണ്ട് ആമി കണ്ണുരുട്ടിയതും അവൻ ജാള്യതയോടെ ഒന്ന് ഇളിച്ചു കാണിച്ചു. കിണിക്കല്ലേ, മൂക്ക് ഞാൻ ഇടിച്ചു പൊട്ടിക്കും, പറഞ്ഞേക്കാം. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തു കളയല്ലേടി പെണ്ണെ. നമ്മുടെ കൊച്ചു ജനിക്കുമ്പോൾ പപ്പ മൂക്കും ചണങ്ങി നിന്ന അവള് സാഡ് ആകത്തില്ലയോടി? റയാൻ അവളെ പിടിച്ചവന്റെ മടിയിലേക്ക് ഇരുത്തി ഇരു കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ചു. ഉവ്വ, കൊഞ്ചല്ലേ? എന്നാ കൊഞ്ചിക്കട്ടെ? നേർത്ത സ്വരത്തിൽ ചോദിച്ചതും അവൻ അവളുടെ കാതിലൊന്ന് കടിച്ചു നുണഞ്ഞു. ഇച്ചായ? ആമി കുതറി മാറാൻ നോക്കിക്കൊണ്ട് ചിണുങ്ങി. അടങ്ങിയിരിക്കടി പെണ്ണെ. റയാൻ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി അണച്ചു പിടിച്ചു. ഒപ്പം അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെയും കാതിലൂടെയും മൃദുവായി ഒരുമി നടന്നു. ഇച്ചായ വേണ്ട കേട്ടോ. അവരൊക്കെ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് തന്നെ റയാൻ അവളുടെ മുഖം തന്റെ നേർക്ക് തിരിച്ച് അവളുടെ അധരങ്ങളെ സ്വന്തമാക്കിയിരുന്നു. ആമയും ഒട്ടും തന്നെ ആയാസപ്പെടുത്തുകയോ അവളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാതെ അത്രമേൽ കരുതലോടെ അതിലേറെ പ്രണയത്തോടെ അവൻ അവളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. ഈ പിള്ളേര് തന്തോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. റയാനേ, മോളെ ആമി. വാതിൽ തട്ടിക്കൊണ്ട് റൂബി വിളിച്ചപ്പോഴായിരുന്നു പരസ്പരം അലിഞ്ഞു ചേർന്ന് ആ ചുംബനത്തിൽ നിന്ന് ഇരുവരും പിന്മാറിയത്. ആ, വരുവാ മമ്മി. നേർത്ത കിതപ്പോടെ ഇരിക്കുന്ന ആമിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റയാൻ വിളിച്ചു പറഞ്ഞു. അവർ ഇറങ്ങാറായെന്ന്. ആമി എന്തിയേ? ആ, അവള് ബാത്റൂമിലാ മമ്മി. മമ്മി പൊയ്ക്കോ, ഞങ്ങളിപ്പോൾ വന്നേക്കാം. ആ, വേഗം വാ. റൂബിയുടെ ശബ്ദമകന്നു പോയതും റയാൻ തന്റെ നെഞ്ചിലേക്ക് പതുങ്ങിയിരിക്കുന്ന പെണ്ണിന്റെ നെറുകയിലൊന്ന് ചുംബിച്ചു. വാ, ഇനിയും ഇവിടെ ഇങ്ങനെ ഇരുന്ന ശരിയാവത്തില്ല, താഴേക്ക് പോകാം. ആമി എണീപ്പിച്ച് ഒരു കൈ കൊണ്ടവളെ ചേർത്ത് പിടിച്ച് മറുകൈയിൽ അവൾക്ക് കൊണ്ടുപോകാനുള്ള ബാഗും എടുത്ത് അവൻ പതിയെ വാതിലിന് നേർക്ക് നടന്നു. ആമിയും റയാനും താഴെ എത്തുമ്പോൾ അവിടെ എല്ലാവരും അവരെയും കാത്തിരിക്കുകയായിരുന്നു. ആ, വന്നോ? എന്നാ പിന്നെ നമുക്കിറങ്ങാം മോളെ. അവരെ കണ്ടതും നന്ദൻ പറഞ്ഞു. ആമി വേഗം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ റെഡിയായി. റയാനെ പിരിഞ്ഞു നിൽക്കുന്നതിന്റെ ഒരു കുഞ്ഞു വിഷമം ഒഴിച്ചാൽ നാളുകൾക്ക് ശേഷം മതിലകത്തേക്ക് നിൽക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ തന്നെയായിരുന്നു ആമി. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ. ഡ്രൈവർ കാർ തിരിച്ചിട്ടതും നന്ദൻ പോളിന്റെ കൈപിടിച്ച് എല്ലാവരോടുമായി യാത്ര പറഞ്ഞു. ആമി പോകുന്നത് ഓർത്തൊരു കുഞ്ഞു സങ്കടമുണ്ടായിരുന്നെങ്കിൽ സന്തോഷത്തോടെ അവരെ യാത്രയക്കാനായി എല്ലാവരും പുറത്തേക്കിറങ്ങി വന്നു. റയാൻ ആമിയെ വളരെ സൂക്ഷിച്ച് കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുത്തിയിട്ട് അവളെ ചേർത്ത് പിടിച്ച് കവിളിലൊന്ന് ചുംബിച്ചു. അത് കണ്ടുനിന്ന് എല്ലാവരും മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു. അതേ മരുമോനെ, ഇങ്ങനെ വിങ്ങിപ്പൊട്ടുമൊന്നും വേണ്ട കേട്ടോ. ഈ സമയത്ത് ഇവളെ കൂടെ നിർത്തി നോക്കണമെന്നൊക്കെ ഞങ്ങൾക്കും ആഗ്രഹം കാണത്തില്ലേ? അതുകൊണ്ടാ കൊണ്ടുപോകുന്നത് എന്ന് കരുതി നിങ്ങൾ ഭാര്യയും ഭർത്താവും അകന്നിരിക്കണമെന്നൊന്നുമില്ല. നിനക്കും അവിടെ വന്ന് നിൽക്കാം. അല്ലെങ്കിലും ഈ സമയത്ത് രണ്ടാളും ഒരുമിച്ചിരിക്കുന്നത് തന്നെയാവും സന്തോഷം. അതുകൊണ്ട് വൈകുന്നേരം അങ്ങ് പോന്നേക്കണം. ഇനി പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും വേണ്ട, അല്ലേടോ? കാറിലേക്ക് കയറാൻ നേരം റയാന്റെ തോളിൽ പിടിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞതും പോളും മറ്റുള്ളവരും പുഞ്ചിരിയോടെ തലയാട്ടി. ആമിയുടെ ഗർഭകാലത്തിന്റെ അവസാന നാളുകൾ മനോഹരമായി തന്നെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അവളെ കൊണ്ടുപോരും മുമ്പ് നന്ദൻ പറഞ്ഞതുപോലെ അന്നു മുതൽ റയാനും മതിലകത്ത് തന്നെയാണ് താമസം. ഇടയ്ക്ക് കളരിക്കിലേക്ക് പോവുകയും ആമിയെ കാണാനായി അവരവിടേക്ക് വരികയുമൊക്കെ മുറ പോലെ തന്നെ നടന്നു. പൂർണിമയാണെങ്കിൽ ആമിയും റയാനും ഇവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ലോട്ടറി അടിച്ച മട്ടിലായിരുന്നു. കാരണം ആമിയുടെ ഈ സമയത്ത് അവൾക്കൊപ്പം ഉണ്ടാകാൻ കഴിഞ്ഞു എന്നതിൻ്റെ തന്നെ റയാനെ സൽക്കരിക്കുന്നതിലും അവർക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് സന്തോഷകരമായ ദിവസങ്ങളിലൂടെയായിരുന്നു ജീവിതം കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്.
പ്രസവം അടുക്കുംതോറും ആമിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. അവളുടെ വയറവളെ ശ്വാസം മുട്ടിക്കും മറ്റിൽ വീർത്തുന്തി നിന്നു. മുഖവും ശരീരവുമെല്ലാം നീര് വന്നു തൊടുത്തു. നടക്കാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആമി വയറും താങ്ങി പിടിച്ചായിരുന്നു നടപ്പൊക്കെ. എന്നാലും രാവിലെയും വൈകുന്നേരവും വീടിന് മുന്നിലുള്ള തണൽ വിരിച്ച മണൽപ്പാതയിലൂടെ നടപ്പും വൈകുന്നേരത്തിൽ പാടവരമ്പത്ത് പോയിരുന്ന് കാറ്റ് കൊള്ളുന്നതും ഗർഭ ശുശ്രൂഷകളുടെ ഭാഗമായ ചിട്ടകളുമൊക്കെ ആമി വളരെ നന്നായി തന്നെ ആസ്വദിച്ചു. പ്രസവത്തിന് ഒരാഴ്ച കൂടിയുള്ളപ്പോഴായിരുന്നു ആമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. വേറെ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ പറഞ്ഞ ഡേറ്റിന് 2 ദിവസം മുമ്പ് വന്നാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ലെന്ന് റയാനായിരുന്നു പറഞ്ഞത്. റോബിയും പൂർണിമയും മുഴുവൻ സമയവും ആമിക്കൊപ്പം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഓഫീസിൽ നിന്ന് തിരികെ വന്നാലുടൻ റയാനും നേരെ ഹോസ്പിറ്റലിലേക്കായിരുന്നു വരുന്നത്. പിന്നെ രാത്രി മുഴുവൻ ആമിക്കൊപ്പം ഇരിക്കുന്നതിൽ അവനൊട്ടും തന്നെ വിട്ടുവീഴ്ച കാട്ടിയിരുന്നില്ല. ആമിയുടെ ഡെലിവറി ഡേറ്റിന് 2 ദിവസം കൂടി ബാക്കി നിൽക്കെ ഒരു രാത്രി അരിയിൽ കിടന്ന ആമിയിൽ നിന്ന് നേർത്ത മുളലുകൾ കേട്ടായിരുന്നു പൂർണിമ ഞെട്ടിയുണർന്നത്. മോളെ! അവർ പിടഞ്ഞെണീറ്റതും കാണുന്നത് വയറിൽ അമർത്തിപ്പിടിച്ച് കിടന്ന് വേദന കൊണ്ട് പിടയുന്ന ആമിയായിരുന്നു. അവൾ കണ്ണുകൾ അടച്ചിരുന്നെങ്കിലും അവയിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അവളുടെ മുഖമാകെ നനച്ചിരുന്നു. കാലുകൾ കിടക്കയിൽ അമർത്തി പിടയുന്ന മകളെ നോക്കിയിരിക്കെ ആദ്യം ഒന്ന് പകച്ചുപോയെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ പൂർണിമ ഭിത്തിയിൽ പിടിച്ച ബെല്ലമർത്തിയിട്ട് റൂബിയെയും റയാനെയും വിളിച്ചുണർത്തി. ആമി! മോളെ, എന്തു പറ്റി? മൂവരും അവൾക്ക് ചുറ്റും നിന്ന് വെപ്രാളത്തോടെ തിരക്കി. വയ്യമ്മ, വേദനിക്കുവാ. പൂർണിമയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആമി പിടഞ്ഞു. അസഖ്യമായ വേദനയാൽ പിടയുന്ന മകളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും മൂവരുടെയും കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. എന്തു പറ്റി ആത്മിക? ബെല്ല് കേട്ട് റൂമിലേക്ക് വന്ന നേഴ്സുമാർ ആമിയെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ലേബർ പെയിനാ, പെട്ടെന്ന് ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. താൻ ചെന്ന് മാഡത്തിനെ ഒന്ന് വിളിക്ക്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരാൾ പുറത്തേക്ക് ഓടിയിരുന്നു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ആമിയെ ഡ്രസ്സ് മാറ്റി വീൽ ചെയറിലിരുത്തി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ലേബർ റൂമിന് മുന്നിലെ കാത്തിരിപ്പ് നീളും തോറും റയാന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. റൂബിയും പൂർണിമയും ആണെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മണിക്കൂറുകൾ ഒച്ചിനെപ്പോലെ ഇഴഞ്ഞു നീങ്ങി. നേരം വെളുപ്പായി തുടങ്ങിയപ്പോഴായിരുന്നു പിന്നീട് ആ അടഞ്ഞ വാതിൽ തുറക്കപ്പെട്ടത്. ഡോക്ടർ? ആ, കഴിഞ്ഞു കേട്ടോ. മോളാ. രണ്ടാളും സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരും കേട്ടോ. പുറത്തേക്ക് വന്ന ഡോക്ടർ സുകന്യ പറഞ്ഞതും സന്തോഷം കൊണ്ട് റൂബിയുടെയും പൂർണിമയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാത്തിരിപ്പിനൊടുവിൽ കേട്ട വാർത്ത ഹൃദയത്തിൽ സന്തോഷത്തിന്റെ ഒരു കടലിരമ്പം തന്നെ തീർത്തതറിഞ്ഞ് റയാൻ ഇടനെഞ്ചിൽ പതിയെ തഴുകി. ആമിയെയും കുഞ്ഞിനെയും മുറിയിലേക്ക് മാറ്റിയ ശേഷമായിരുന്നു നന്ദനും കളരിക്കൽ നിന്ന് ബാക്കിയുള്ളവരും ഹോസ്പിറ്റലിലേക്ക് വന്നത്. എല്ലാവരും നല്ല സന്തോഷത്തിലുമായിരുന്നു. നൊന്തോടാ ഒത്തിരി. മുറിയിൽ കൂടിയിരുന്ന എല്ലാവരും കൂടി കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷെ അപ്പോഴും റയാന്റെ ശ്രദ്ധ ആമിക്ക് ചുറ്റും തന്നെയായിരുന്നു. ഒരുപാട്. മരിച്ചു പോകുമെന്ന് വരെ ഞാൻ പേടിച്ചു പോയി ചായ. തൻ്റെ അരിയിലിരിക്കുന്നവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു കൊണ്ട് ആമി പറഞ്ഞതും റയാൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. പോട്ടെ, കഴിഞ്ഞില്ലേ? ഇപ്പോൾ പെയിൻ തോന്നുന്നുണ്ടോ? ഇല്ല. ആദ്യമായി നമ്മുടെ ജീവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ അതുവരെ അനുഭവിച്ച വേദനയൊക്കെ എങ്ങോട്ടോ പോയി ചായ. ഈ ഒരു ദിവസത്തിനു വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ജീവിതമെന്ന് പോലും തോന്നിപ്പോയി. തൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് കണ്ണുനീരുടെ ഇടയിലും പുഞ്ചിരിയോടെ പറയുന്നവളെ നോക്കിയിരിക്കുമ്പോൾ ഇന്നലെ വരെ താൻ കണ്ട ആമിയല്ല അവളെന്ന് പോലും തോന്നിപ്പോയിരുന്നു റയാന്. അത്രമേൽ മാറിപ്പോയിരുന്നു അവൾ. തന്നോട് സംസാരിക്കുന്നതിനിടയിലും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കൈകളിലായിട്ട് പോലും തൻ്റെ കുഞ്ഞിലേക്ക് പാളി നോക്കുന്ന അവളിലെ മാതൃത്വത്തിന്റെ മാറ്റങ്ങൾ കൗതുകത്തോടെയായിരുന്നു അവൻ നോക്കിക്കണ്ടത്. ഇച്ചായന് സന്തോഷമായോ? പിന്നെ ഒത്തിരി സന്തോഷമായി. ബിസിനസ്സും ഓഫീസും മാത്രമായി നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു എനിക്ക്. അതിനിടയിലേക്ക് ഒരു പെണ്ണിനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ വിധി നിന്നെ എന്നിലേക്ക് ചേർത്ത് വെച്ചു. ഇപ്പോൾ ദേ നമ്മുടെ വാവയും വന്നു. ഒരു പുരുഷന്റെ പൂർണ്ണതയിൽ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയ നിന്നോടുള്ള സ്നേഹവും ഇഷ്ടവുമൊക്കെ എങ്ങനെയൊന്ന് പ്രകടിപ്പിച്ച് തീർക്കുമെന്ന് മാത്രമേ അറിയാതുള്ളൂ. താങ്ക്സ് ആമി ഫോർ ബീയിങ് മൈൻ. അല്ല ഹലോ, ഇവിടെ നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രമല്ല, ഞങ്ങൾ കുറച്ചുപേരും കൂടിയുണ്ടെന്നുള്ള ഓർമ്മ വേണേ. ആമിയെ ചേർത്ത് പിടിച്ചവളുടെ കവളിൽ മതിവരാത്ത വണ്ണം ചുംബിച്ചുകൊണ്ടിരുന്ന റയാനെ കണ്ട് റോണ വിളിച്ചു പറഞ്ഞതും എല്ലാവരും അവരെ നോക്കി ചിരിച്ചു. ആമിയാണെങ്കിൽ സ്ഥലകാല ബോധം വന്നതുപോലെ ചമ്മിയ ചിരിയോടെ റയാന്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞു. എൻ്റെ ചക്കരയെ, ഇങ്ങനെ പോയാൽ നിന്റെ കാര്യം കുറച്ച് പാടായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ ചെന്നാലുടൻ പെട്ടിയും കിടക്കയും എടുത്ത് ആൻറ്റിയുടെ റൂമിലോട്ട് പോര്. ഇല്ലേലേ നിന്റെ കാര്യം കട്ടപ്പുകയാ. എൻ്റെ പൊന്നിൻ്റെ കാര്യം പോലും മറന്ന് നിന്റെ പാപ്പയും മമ്മിയും കൂടി റൊമാൻസ് കളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കുഞ്ഞാപ്പി കഷ്ടത്തിലുമാവും. ഈ പെണ്ണിൻ്റെ ഒരു നാക്ക്. വായടയ്ക്ക് പെണ്ണേ.
റോണയുടെ പറച്ചിൽ കേട്ട് ചൂളിയിരിക്കുന്ന ആമിയെയും റയാനെയും രക്ഷിക്കാനെന്നോണം റൂബി റോണയുടെ കയ്യിൽ പയ്യെ ഒന്നടിച്ചു. ഓ, ഇപ്പോ ഞാൻ പറഞ്ഞതാ കുറ്റം. നമ്മൾ ഇത്രയും പേരുടെ ഇടയിലിരുന്ന് മമ്മിയുടെ മോനും മരുമോളും കൂടി പഞ്ചാര അടിക്കുന്നത് മമ്മി കണ്ടില്ലയോ? നമ്മളെ പിന്നെ പണ്ടേ ഇവർക്കൊരു വിലയില്ലാത്തോണ്ട് അങ്ങ് ഓർത്ത് സമാധാനിപ്പിക്കാം. പക്ഷേ ജനിച്ച് മണിക്കൂറുകൾ മാത്രമായ ഈ കൊച്ചിനെ പോലും മൈൻഡ് ചെയ്യാതല്ലേ രണ്ടും കൂടെ ഇരുന്ന് കിന്നരിക്കുന്നേ? എടി എടി അടങ്ങടി. കുറച്ചു നാളുടെ കഴിയുമ്പോൾ മോളും ഈ അവസ്ഥയിലൊക്കെ ആവും. അന്നേരവും നമ്മൾ ഇവിടെ തന്നെ കാണും. അന്നേരം ആരേലും ആരോടെങ്കിലും കിന്നരിക്കുന്ന കണ്ട നീ തീരും മോളെ. പക വീട്ടാനുള്ളതാ. റയാൻ വെള്ളി വിളിച്ചതും സോഹന്റെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയ റോണ ഒന്നയഞ്ഞു. അവൾ റയാനെ നോക്കിയൊന്ന് വിളിച്ചിട്ട് കാണിച്ച് പൂർണിമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി കൊഞ്ചിക്കാൻ തുടങ്ങി. എവിടെ വല്യപ്പപ്പയുടെ പൊന്ന്? വാതിൽ തുറന്നകത്തേക്ക് വന്ന റോബിന്റെ സ്വരം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി. അവന്റെ പിന്നാലെ തന്നെ വിളറിയ ചിരിയോടെ ജെസ്സിയും ഉണ്ടായിരുന്നു. ആ ബെസ്റ്റ്, വല്യപ്പപ്പയും മമ്മിയുമാ. കൊച്ചുണ്ടായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു, എന്നിട്ടിപ്പോഴാ കയറി വരുന്നത്. പൂർണിമ അവരെ കളിയാക്കും പോലെ പറഞ്ഞതും റോബിൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ജെസ്സിയെ നോക്കി. അവളിലും നാണം കളയുന്നത് പുഞ്ചിരി തന്നെയായിരുന്നു. എന്താണ് രണ്ടിനുമൊരു കള്ളത്തരം? എവിടായിരുന്നു ഇതുവരെ രണ്ടും കൂടെ? അവരെ രണ്ടാളെയും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് റോബി ചോദിച്ചു. നിങ്ങളുടെ പുറകെ തന്നെ ഞങ്ങളും ഇറങ്ങിയതാ. പക്ഷേ വഴിക്ക് വെച്ച് ഇവക്കൊരു ക്ഷീണവും തളർച്ചയുമൊക്കെ തോന്നി. പിന്നെ താഴെ വന്നപ്പോൾ സുകന്യ ഡോക്ടറെ ഒന്ന് കയറി കണ്ടു. സംശയം തെറ്റിയില്ല, ജെസ്സി പ്രഗ്നന്റാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാനൊരു ചമ്മലുണ്ടായിരുന്നെങ്കിലും റോബിൻ ഒറ്റയടിക്ക് കാര്യം അവതരിപ്പിച്ചിട്ട് എല്ലാവരെയും നോക്കി ചമ്മലോടൊന്ന് ചിരിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരട്ടി സന്തോഷമെന്ന മട്ടിൽ കേട്ട ആ വാർത്ത എല്ലാവരിലും പുഞ്ചിരി വിടർത്തിയെങ്കിലും റൂബിയും പോളും അത് കേട്ട് ആകെ അന്തം വിട്ടുപോയിരുന്നു. ഒട്ടൊരു നിമിഷത്തിനു ശേഷം പരസ്പരം നോക്കി അവരിരുവരുടെ മിഴികളും സജലമായിരുന്നു. മമ്മി, മമ്മി എന്തുവാ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? ചാച്ചൻ പറഞ്ഞത് കേട്ടില്ലയോ? ചേട്ടത്തി പ്രഗ്നന്റ് ആണെന്ന്. റോണ സന്തോഷത്തോടെ ഓടിച്ചെന്ന് ജെസ്സിയെ കെട്ടിപ്പിടിച്ചവളുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു. അപ്പോൾ മാത്രമായിരുന്നു റൂബിയും ഞെട്ടലിൽ നിന്ന് മുക്തയായത്. അവർ വേഗം ജെസ്സിക്കരികിലേക്ക് ചെന്നവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിച്ചു. മോളെ, വർഷമാറായി ഇങ്ങനൊരു സന്തോഷം കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഓരോ മാസവും മാതാവിനോട് കേണ് കാത്തിട്ടൊടുവിൽ കിട്ടിയപ്പോൾ മമ്മിക്ക് എന്നാ ചെയ്യണമെന്നറിയാൻ മേലാതെ പോയി മോളെ. റൂബി വീണ്ടും അവളെ സ്നേഹത്തോടെ ചുംബിച്ചു. ഇപ്പോഴേലും മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. അവർ ആനന്ദാശ്രു പൊഴിച്ചു. അത് കണ്ട് നിന്നവരെല്ലാം നിറഞ്ഞു പുഞ്ചിരിച്ചു. സാർ, വാതിൽ തുറന്നകത്തേക്ക് വന്ന നഴ്സിന്റെ കയ്യിൽ എന്തൊക്കെയോ പേപ്പേഴ്സും ഉണ്ടായിരുന്നു. അവരതുമായി റയാന്റെ അരികിലേക്ക് വന്നു. എന്താ സിസ്റ്റർ? ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് റിസപ്ഷനിൽ കൊടുത്തേക്കണേ. കുഞ്ഞിന്റെ പേരും കറക്റ്റായിട്ട് കൊടുത്തേക്കണം. ബർത്ത് സർട്ടിഫിക്കറ്റിൽ വരുന്നത് ആ പേരായിരിക്കും. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ പേപ്പറും ഏൽപ്പിച്ചിട്ട് സിസ്റ്റർ തിരികെ പോയതും എല്ലാവരും റയാന്റെ ചുറ്റും കൂടി. കുഞ്ഞിന്റെ പേരറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവരിലെല്ലാം അപ്പോൾ നിറഞ്ഞു നിരുന്നത്. റയാൻ ചെയറിലേക്കിരുന്ന് സാവധാനം ഓരോന്നായി ഫിൽ ചെയ്ത ഒടുവിൽ പേരെഴുതേണ്ട കോളമെത്തി. വിപഞ്ചിക റയാൻ പോൾ. ആമിയെയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മതിലകത്തേക്കായിരുന്നു കൊണ്ടുവന്നത്. പ്രസവരക്ഷയും മറ്റുമൊക്കെ അവിടെയായിരുന്നു നടന്നത്. ഒപ്പം ആമിയുടെ വിശ്വാസപ്രകാരം 28 കെട്ടും റയാന്റെ വിശ്വാസപ്രകാരമുള്ള മാമോദിസയുമെല്ലാം മുറപോലെ തന്നെ നടന്നു. അതിനെല്ലാം ഒപ്പം ജെസ്സിയുടെ ഗർഭകാലവും മനോഹരമായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഗർഭത്തിന്റെ ആദ്യ സമയങ്ങളിലെ നേരിയ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ജെസ്സിയും സന്തോഷവതി തന്നെയായിരുന്നു. റയാൻ ഓഫീസിൽ പോകാൻ റെഡിയായിരിക്കുമ്പോഴാണ് വാട്സപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ശബ്ദം കേട്ടത്. അത് കേട്ടതും മിററിന് മുന്നിൽ നിന്ന് റെഡിയായിക്കൊണ്ട് നിൽക്കുകയായിരുന്ന അവൻ ബെഡിലേക്ക് വന്നിരുന്ന് ഫോണെടുത്ത് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ആമിയുടെ നമ്പറിൽ നിന്നുമുള്ള വീഡിയോ ആണ് വന്നേക്കുന്നതെന്ന് കണ്ടതും അവനൊരു ചെറു ചിരിയോടെ അത് ഓപ്പൺ ചെയ്തു. ആമിയും കുഞ്ഞും ഇതുവരെ കളരിക്കലേക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സ്വാമിമോളുടെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും ആമി വീഡിയോ എടുത്ത് അവനയച്ചു കൊടുക്കുന്നത് പതിവായിരുന്നു. അമ്മിയുടെ പൊന്നെ, ഇതെവിടെ പോവുക എണീറ്റ്? വീഡിയോ ഓപ്പൺ ആയതും കുഞ്ഞിനോട് കൊഞ്ചിയുള്ള ആമിയുടെ ശബ്ദമായിരുന്നു കേട്ടത്. ഹാളിലെ ടീപ്പോയിൽ പിടിച്ചെണീറ്റ് നിന്ന് മോണ കാട്ടിച്ചിരിക്കുന്ന വാമിമോളെ കണ്ടതും ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്ന റയാന്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. അത്രയും കൊണ്ട് വീഡിയോ അവസാനിച്ചെങ്കിലും അതിന് തൊട്ടു പിന്നാലെ ഒരു വോയിസ് മെസ്സേജും കൂടി വന്നു കിടന്നിരുന്നു. റയാൻ അതേ ചിരിയോടെ തന്നെ അത് ഓപ്പൺ ചെയ്തു. ഇച്ചായ കണ്ടോ? ഞാൻ പിടിച്ചതല്ല, തന്നെത്താനെ എണീറ്റ് നിൽക്കുക. കുറച്ചു നേരമൊക്കെ നിന്നു, പിന്നെ പുറകോട്ട് മറിഞ്ഞങ്ങ് വീണു. എന്നാലും വീണ്ടും എണീക്കാൻ നോക്കുന്നുണ്ട്. സന്തോഷം നിറഞ്ഞ ആമിയുടെ സ്വരം കൂടി കേട്ടതും റയാൻ അപ്പോൾ തന്നെ തന്റെ കുഞ്ഞു പറമ്പിയെ കാണാനും വാരിയെടുത്ത് കവള നിറയെ ഉമ്മ വെക്കാനും തോന്നി. അതോടെ അവൻ വേഗം ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്കിട്ട് ലാപ്ടോപ്പ് ബാഗുമെടുത്ത് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി.